കാനഡയിൽ മുസ്ലിം പള്ളിക്ക് നേരെയുണ്ടായ വെടിവെപ്പിൽ 5 മരണം. ക്യൂബൻ നഗരത്തിലാണ് ആക്രമണമുണ്ടായത്. വെടിവെപ്പിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. വിവരങ്ങളുമായി ഗിരിഷ്മ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. ഗിരിഷ്മ, എപ്പോഴായിരുന്നു സംഭവം? മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, ഇന്ത്യൻ സമയം രാവിലെ പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ആക്രമണമുണ്ടായത്. കാനഡയിലെ മുസ്ലിം പള്ളിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ക്യൂബക് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്ന മുസ്ലിം പള്ളിക്ക് നേരെയാണ് ഇന്ന് 3 തോക്കുധാരികൾ തോക്കുമായി എത്തി നിറയൊഴിക്കുകയായിരുന്നു. 40ഓളം പേർ പള്ളിക്കകത്തുണ്ടായിരുന്നു. ഇതിൽ 5ഓളം പേർ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ ഇപ്പോഴും പള്ളിക്കകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ട്രംപ് 7 മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രംഗത്തെത്തിയിരുന്നു. ഏത് മതവിശ്വാസിയാണെങ്കിലും വ്യത്യസ്തതയാണ് തങ്ങളുടെ ശക്തിയെന്നും ജാതിയുടെയോ മതത്തിന്റെയോ തീവ്രവാദത്തിന്റെയോ പേരിൽ ആരെങ്കിലും ലോകത്ത് പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഒരു തരത്തിലുള്ള വിവേചനം കാണിക്കാനും കനേഡിയൻ ജനത തയ്യാറല്ലെന്നും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുവെന്നുമാണ് അദ്ദേഹം കാനഡയിലേക്ക് സ്വാഗതം എന്ന ഹാഷ്ടാഗിലൂടെ ലോകത്തെ അറിയിച്ചത്. അദ്ദേഹത്തിന്റെ ഈ ഒരു നിലപാടിനോട് വളരെയധികം പിന്തുണ ലോക ജനതയും ലോകരാഷ്ട്രങ്ങളും നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കാനഡയിലെ മുസ്ലിം പള്ളിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 5ഓളം പേർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 40ഓളം പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് മുസ്ലിം പള്ളിക്കകത്ത്. ഇതിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സ്ഥിരീകരണം. മറ്റൊരു ആക്രമിക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. അഞ്ജു, തീർച്ചയായും ഗിരീഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിലെ സാഹചര്യം ഏറെ പ്രസക്തമാണ്. കാരണം ട്രംപ് അതിർത്തിയിൽ കുടിയേറ്റക്കാർക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം, ഒപ്പം കാനഡ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഈ ഒരു അപകടം. അത്തരത്തിൽ കൂടി വിലയിരുത്തേണ്ടതല്ലേ? തീർച്ചയായും, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ട്രംപിന്റെ നിലപാടിനെതിരെ ലോകരാഷ്ട്രങ്ങൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നു. ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ആരെങ്കിലും ഇതിൽ മതത്തിന്റെയോ ജാതിയുടെയോ അല്ലെങ്കിൽ തീവ്രവാദത്തിന്റെയോ പേരിൽ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തങ്ങൾ അവരോട് വിവേചനം കാണിക്കില്ല. നാനാത്വമാണ് തങ്ങളുടെ ശക്തി. ഒരു മതത്തിന്റെയും പേരിൽ ആരോടും വിവേചനം കാനഡ കാണിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു. വളരെയധികം പിന്തുണയും ഈ ഒരു നിലപാടിന് ലഭിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ആക്രമണം ഉണ്ടായതെന്നുള്ള കാര്യം വളരെ പ്രസക്തമാണ്. ശരി, വ്യക്തമാണ്. വിവരങ്ങളാണ് ഗിരീഷ്മ നൽകിയത്.